വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ശരിക്കും പറയുന്നത്. ഇട്ടായിന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്തോ എൻ്റെ മനസ്സിന് അതൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളണം മദർ, അത്രയും ദിവസം നിന്നില്ലേ ഞാൻ. ജാസ്മിനാന്ന് വെച്ചാൽ അപ്പം ഞാനിങ്ങനെ എന്നിട്ട് ജാസ്മിനെ വെറുതെ ഇരിക്കുന്നു പറയണം. അപ്പോൾ അവൾ ഓഫ് ചെയ്തു ജാസ്മിനെ അപ്പോൾ ഉമ്മി ജിൻഡോ ബ്രോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എൻ്റെ മോൾക്കുള്ള ഹേറ്റേഴ്സ് കുറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പം ഈ പ്രത്യേകിച്ച് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം ജിൻഡോ എന്ത് തോന്നിയാസം ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ കടൽ എൻട്രിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവർക്ക് മനസ്സിലായി ജിൻഡോക്കാണ് സപ്പോർട്ട് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ജിൻഡോൻ്റെ കൂടെ, ജിൻഡോ എന്ത് കാണിച്ചാലും ചിരിക്കാനും കൂടെ നിൽക്കാനൊക്കെ തുടങ്ങി. പുറത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ ഇതും ചോദിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പൂരത്തെറിയും ആട്ടും തുപ്പും ഇതൊക്കെ. ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ, അതായിട്ട് കണ്ടാൽ പോരെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ അന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് 70-something ക്യാമറകളുള്ള സ്ഥലത്ത് ഞാനൊരു ലെറ്റർ എഴുതി അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്താ പൊട്ടണം? അതുപോലെ തന്നെ ഇപ്പം ശ്രീതുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടു. പക്ഷെ ഒരു ദിവസം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വന്നു, ഒരു ക്രഷ്. എനിക്ക് ഇതിനു മുന്നേ ക്രഷ് വന്നിട്ടുള്ള സായി പല്ലവിനോടാ, പിന്നെ എനിക്ക് ദുൽഖറിനോടാ, പിന്നെ എനിക്ക് അവിടെ ഞാൻ ഗബ്രീനോട്, എനിക്ക് ഫസ്റ്റ് ടൈം ഗബ്രി വന്നപ്പോൾ എനിക്ക് ഗബ്രീനോടും ക്രഷ് വന്നിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസ് ഷോയ്ക്കുള്ളിലാണെങ്കിലും ശ്രീതു അർജുൻ കോംബോ, ഫ്രണ്ട്ഷിപ്പ് കോംബോ, അല്ലെങ്കിൽ വേറെ എന്തോ വാട്ടെവർ നമുക്കറിയുന്നില്ല. ഇപ്പോഴും നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം അതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ്. അങ്ങനെ അപ്പം എന്തായാലും ഐഡന്റിറ്റി ഇപ്പൊ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ട്. ഐഡന്റിറ്റി എന്താണെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്, അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്നത് എങ്ങനെയാ? ഞാൻ എൻ്റെ ഐഡന്റിറ്റി എന്താണെങ്കിലും ഞാൻ അവിടെ എൻ്റെ ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു പ്രശ്നം ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ല. ഐ ഡോണ്ട് കെയർ, ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ളത്. അപ്പം രശ്മിനെ പ്രേക്ഷകർക്കൊപ്പം സപ്പോർട്ട് ചെയ്ത ഉമ്മി കൂടെ ഉണ്ട്. ഉമ്മിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോഴൊക്കെ. അപ്പോൾ ദാ മോള് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? സന്തോഷം. കാരണം ഇത്രയും ദിവസം നിൽക്കുമെന്ന് തന്നെ നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ അതുപോലെ അവിടെ പോകാനും ആ ബിഗ് ബോസിൻ്റെ ഹൗസ് എന്താണെന്ന് കാണാനും അവിടെയുള്ള എല്ലാവരും പരിചയപ്പെടാനും എല്ലാം സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, വന്നു കഴിഞ്ഞപ്പോൾ എന്താ രശ്മിനോട് ആദ്യം പറഞ്ഞത്? എന്താ വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ശരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ ഞാൻ ചോദിച്ചില്ലായിരുന്നു, ഔട്ടായി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്തോ എൻ്റെ മനസ്സിന് അതൊരു ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളണം മദർ, അത്രയും ദിവസം നിന്നില്ലേ ഞാൻ. ഉമ്മ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എന്താ ഔട്ടായി വന്നപ്പോ പറഞ്ഞേ? ഞാൻ കണ്ടു. ഉമ്മി പറഞ്ഞാലും ഉമ്മിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഉമ്മി വിചാരിച്ചു ഞാൻ കുറച്ച് നാളും കൂടി നിൽക്കും, എല്ലാവരും ഉമ്മിനോട് അങ്ങനെ പറഞ്ഞ മോള് നന്നായിട്ട് കളിക്കണ്ടേക്കും. പക്ഷെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ്, നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇങ്ങനെ നടക്കരുത്. ഉമ്മിക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്, ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ തന്നെ, ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി അങ്ങനെയാണ്. അപ്പൊ ഉമ്മിക്ക് അതറിയാം. പിന്നെ ഉമ്മി അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഉമ്മിക്ക് എന്താ ഉമ്മിക്ക് അറിയില്ലേ എന്നുള്ള രീതി. പക്ഷെ ഉമ്മിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിൽ. കാരണം ഉമ്മി കാണുന്നില്ലല്ലോ, അകത്ത് എന്താ പുറത്ത് മാത്രമുള്ളത് കാണുന്നുള്ളൂ. അപ്പം ഞാൻ ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഷോ കഴിഞ്ഞിട്ട് ആൾ പുറത്ത് വന്നു, ഇപ്പോൾ നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഉമ്മ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ രശ്മിൻ ഇതൊക്കെ പറയുമ്പോൾ എന്താ രശ്മിനോട് തിരിച്ചു പറയാനായിട്ട് എന്താ ഉള്ളത്? ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഉമ്മി പറയുന്നുണ്ട് ജിൻഡോ അടുത്ത ജിൻഡോനാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ജിൻഡോനെ, അപ്പം എനിക്കറിയില്ലല്ലോ പുറത്ത് എന്താ സംഭവം. അപ്പം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ജിൻഡോ ബ്രോക്ക് ഇത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ട്, പോസിറ്റീവാണ് കാര്യം, നല്ല കാര്യം, പുള്ളി പോസിറ്റീവ് ആയിട്ടുള്ളത് ഓക്കെ. അപ്പോൾ എനിക്ക് ഉമ്മി അങ്ങനെ പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ബ്രോക്കെതിരെ സംസാരിച്ചത് കൊണ്ട്, അതായത് ഹൗസിനകത്ത് വെച്ചിട്ടോ, ഹൗസിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ജിൻഡോ ടാസ്ക് ഒക്കെ വരുമ്പോൾ ജിൻഡോ ബ്രോക്കെതിരെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉമ്മിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉമ്മിനോട് അതിനെപ്പറ്റി എന്തിനാണ് ജിൻഡോൻ്റെ അടുത്ത് മോളിങ്ങനെ ഇത്രയും ഷൗട്ട് ചെയ്യണേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പോൾ ഉമ്മി എന്താ പറയാ, ജിൻഡോ ബ്രോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എൻ്റെ മോൾക്കുള്ള ഹേറ്റേഴ്സ് കുറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അല്ല അത് മാത്രല്ല, പക്ഷെ ഉമ്മി പറഞ്ഞിട്ടുണ്ട്, അതായത് ഗെയിമർ എന്നുള്ള രീതിയിൽ ജിൻഡോ ബ്രോ നന്നായിട്ട് ചെയ്യുന്നില്ല. അതായത് ഗെയിമർ, അതായത് പുള്ളിയുടെ രീതിയിലുള്ള ഗെയിം
പുള്ളിയുടെ രീതിയിലുള്ള ഗെയിമിൽ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ കാര്യം. കാര്യം നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്നു, പുള്ളിയുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കെതിരെ ഞാൻ അതിൻ്റെ അകത്ത് സംസാരിച്ചുകൊണ്ട് എനിക്ക് അത്രയും ഹെയ്റ്റേഴ്സ് വന്നു. അപ്പോൾ ആ ഹെയ്റ്റേഴ്സിനെ മാറ്റി പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ചിലപ്പോൾ അത് എനിക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പാവം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇരുന്ന് മൊത്തം ഇനിയിപ്പോൾ കേട്ടതിന് ശേഷം പെട്ട അവസ്ഥയായിരുന്നു. ഗൈസ് എന്ന് പറഞ്ഞാൽ ഉമ്മി ഫേക്കായിട്ട് നിന്നൊന്നല്ല, ഉമ്മിക്ക് ജിൻഡോ ബ്രോന് ഇഷ്ടമാണ്. ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നല്ല ഇഷ്ടമാണ്. ജിൻഡോ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മോൾക്കെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല. ഒരു സീസൺ പോലും കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു മോളെ ഒന്ന് കണ്ടിട്ട് പോകുന്ന പറഞ്ഞപ്പോഴേക്കും എൻ്റെ മോൾ പറഞ്ഞതാണ് അവിടെ ചെന്നിട്ട് എന്താണോ ഞാൻ അതേപോലെ ചെയ്യും. അതായത് എനിക്ക് ഗോ വിത്ത് ദി ഫ്ലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ആരെങ്കിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല. അപ്പോൾ എന്താണോ നടക്കുന്നത് അതുപോലെ പോട്ടെ. അതാണ് ഇപ്പൊ ഇവൻ ഇന്റർവ്യൂവിന് പോലും ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അങ്ങനെ പോട്ടെ എന്നുള്ള രീതി. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഉമ്മി ടെൻഷൻ അടിച്ച സിറ്റുവേഷൻ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. അതായത് ജാസ്മിനുമായിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ, ശരിക്കും അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപ്പോൾ ഉമ്മിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പവർ റൂം, ഞാൻ ആ സമയത്ത് പവർ റൂമാണ്, ഞങ്ങളാണ് ടാസ്ക്കാണ്, ഹോട്ടൽ റൂം ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ആ ടാസ്കിൽ എനിക്കൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിൽ ഏത് ടീമിലാണെങ്കിലും എനിക്ക് യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ഇങ്ങനെ സഹിച്ചു നിൽക്കും. യൂണിറ്റിയോടുകൂടി പോകണം. അപ്പം ഞാൻ, നോറ, അൻസിബ, അഭിഷേക്, ഞങ്ങൾ 4 പേരാണ് ആ പവർ റൂമിൽ. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും ആ ഒരു സാധനം എൻ്റെ മൈൻഡിൽ കിടന്ന് എനിക്കത് എന്നെ പല സമയത്തായിട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അൻസിബയ്ക്ക് അൻസിബയും ജാസ്മിനും ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു തോട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ റൂമിലുള്ളവർ ഹോട്ടൽ ഓണേഴ്സിൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ, സിജോ, ശ്രീലേഖ ചേച്ചി ടാസ്ക് കൊടുത്താൽ ചേച്ചി ആ ടാസ്കിൻ്റെ ഇല്ല, പിന്നെ ചേച്ചിക്ക് വേറെ മൈൻഡൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സിജോയും ജാസ്മിനും നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അതായത് പവർ റൂമിനെതിരെ തിരിഞ്ഞ് നമ്മളെ കൊളാക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു. ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്വേത ചേച്ചി ജാസ്മിനോട് ടാസ്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ ഗസ്റ്റും നമ്മൾ ഓണേഴ്സുമാണ്. അപ്പം നമ്മൾ ടാസ്കിനെ കാണുന്നത് ഞങ്ങളാണ് ഓണേഴ്സ്, അവർ ഗസ്റ്റ്. അപ്പോൾ ഗസ്റ്റിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ട് മാനേജറിനെ കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓണേഴ്സ് എപ്പോഴും ഇടപെടേണ്ട ആവശ്യമില്ല. ഓണേഴ്സ് എവിടെയെങ്കിലേക്ക് ഇരിക്കുക എന്നുള്ളത് അത് ബിഗ് ബോസ് 2 പ്രാവശ്യം അനൗൺസ് ചെയ്തു. ഓണേഴ്സ് ഇടപെടരുത്, നിങ്ങൾ മാറിയിരിക്കുക എന്നുള്ളത് അനൗൺസ് ചെയ്തു. അപ്പം ഞങ്ങളങ്ങനെ മാറിയിരുന്ന് പിന്നെ കിച്ചൺ ടീം പുറത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയി. ഞങ്ങളിപ്പോൾ ഓണേഴ്സും ആണ്, കിച്ചണും നോക്കണം, ഗസ്റ്റിനെ നോക്കണം. ഈ പ്രഷറും പിന്നെ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യോ എന്നുള്ളൊരു തോട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ വന്നിട്ട് ജാസ്മിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം, ചെയ്യണില്ല എന്നൊന്നല്ല, ഓൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അൻസിബയും ജാസ്മിനും കോർക്കാൻ സാധ്യതയുണ്ടെന്ന്. കാരണം അൻസിബ എന്തൊക്കെയോ രാവിലെ ജാസ്മിന് പറയുന്നുണ്ട്, ജാസ്മിൻ എന്തൊക്കെയോ തിരിച്ചു പറയുന്നുണ്ട്. അപ്പം ഞാൻ അൻസിബനോട് പറയാണ്, അൻസിബ കൺട്രോൾ ചെയ്ത് നിൽക്കണം, ജാസ്മിൻ നമ്മളെ ട്രിഗർ ചെയ്യാൻ വരും, അൻസിബ ഒരു കാരണവശാലും ട്രിഗർ ആവരുത്, ഇനി എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എന്നെയും കൺട്രോൾ ചെയ്യണോട്ടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ജാസ്മിന് ടാസ്ക് കൊടുത്തിട്ട്, ശ്വേത ചേച്ചി ടാസ്ക് കൊടുത്ത് ജാസ്മിൻ വന്നിട്ട് ഓണേഴ്സ് എല്ലാവരും വരണം. അപ്പോൾ അൻസിബ പറയുന്നുണ്ട് ഞങ്ങൾ ഓണേഴ്സാണ്, ഞങ്ങൾ വരില്ല, ഗസ്റ്റിനോട് അങ്ങനെ പറയൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവളുടെ ടാസ്കിൽ നിന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരികയാണെന്ന് ഞങ്ങൾ തോന്നി. അങ്ങനെയുള്ള ഗസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഓണേഴ്സിന് മുന്നിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ ശരിക്കും കഴുത്തിന് പിടിച്ചു എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണാൻ നിന്നിട്ടില്ല, എനിക്ക് ആ എപ്പിസോഡ് കാണാൻ പറ്റില്ല. എനിക്ക് ചെയ്ത കാര്യത്തിനെ പറ്റി അല്ല, അതാ പറഞ്ഞത്. ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളിങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഓഫ് ആക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഉമ്മി ഇതാന്ന് വെച്ചാൽ ജാസ്മിനാന്ന് വെച്ചാൽ, അപ്പം ഞാനിങ്ങനെ എന്നിട്ട് ജാസ്മിനെ വെറുതെ ഇരിക്കുന്നു പറയണം. അപ്പോൾ അവൾ ഓഫ് ചെയ്തു ജാസ്മിനെ മുന്നിൽ മാറുന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് അവൾ ഇങ്ങനെ തള്ളുന്നുണ്ട്. കഴുത്തിലാണോ ഇങ്ങനെ തള്ളിയിട്ടുണ്ട് ഞാൻ, പക്ഷെ അത് കഴുത്തിലാണോ ഷോൾഡറിൽ ഇവിടെ എവിടെയോ ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ അതിൽ കാണേണ്ടി വരും, പക്ഷെ എനിക്കത് കാണാൻ വയ്യ. ഞാൻ അത്രയും ആ ഒരു സമയത്ത് അതിനുശേഷം ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തൊരു സീനാണ്. ആക്ച്വലി കഴുത്തിനാണോ ഇവിടെയാണോ, ഇവിടെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് നോക്കി എപ്പിസോഡ്സ് കാണാം. പക്ഷെ ചർച്ചകൾ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഉമ്മി ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഇപ്പോൾ കുറച്ച് ഫെയിമായി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇപ്പം മോളോട് എന്താ പറയാനായിട്ടുള്ളത്?
ഉമ്മി പറ ഇനി ഇതേപോലെ മുന്നോട്ട് പോയി അടിയിടി മേടിച്ചു കൂട്ടാനാണോ? അല്ല, എൻ്റെ മോള് ശരിക്കും പറയണ ഒരുപാട് പേര് എൻ്റെ മോളെ അറിഞ്ഞു തുടങ്ങി. ഇതേപോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് നല്ലൊരു ഒന്നും കൂടി ഒന്ന് ഫേമസ് ആകണം. ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണുന്നതിന് സന്തോഷം. മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ. റസ്മിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗെയിമിൽ പുള്ളി ഭയങ്കര രീതിയിൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ അത് വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ ആ രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗെയിമിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്യാരക്ടറിൽ അങ്ങനെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മളെന്താ വിചാരിക്കുന്നത്? ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ജിൻഡോനും ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്ത് പറയാം. ജാസ്മിൻ അങ്ങനെ ചെയ്തു, ജാസ്മിൻ തുമ്മി, ജാസ്മിൻ എന്താ കുളിക്കാണ്ട് കിടന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ കുറേ പ്രശ്നങ്ങൾ ജാസ്മിനെതിരെ വരുത്തും. അതുപോലെ തന്നെയാണ് ജിൻഡോൻ ചെയ്യുന്നത്. ജിൻഡോ അതിന്റെ എക്സ്ട്രീം വേർഷൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ജാസ്മിൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എല്ലാവർക്കും ജാസ്മിനെതിരെ സംസാരിക്കാനും വലിയൊരു ടോപ്പിക്കായിട്ട് മാറിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ജിൻഡോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം ജിൻഡോ എന്ത് തോന്നിയാസം ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ വൈറ്റ് കാർഡ്സും ഉണ്ടായിരുന്നു. വൈറ്റ് കാർഡിലെ എൻട്രിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവർക്ക് മനസ്സിലായി ജിൻഡോക്കാണ് സപ്പോർട്ട് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ജിൻഡോന്റെ കൂടെ, ജിൻഡോ എന്ത് കാണിച്ചാലും ചിരിക്കാനും കൂടെ നിൽക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരാളുടെ ഇപ്പം നിങ്ങൾ ചോദിച്ച ഗെയിമിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മോശമാവുന്നില്ല. പക്ഷേ ഗെയിം കഴിഞ്ഞിട്ട് പുള്ളി സംസാരിക്കുന്നതും ഗെയിമിൽ ചെയ്യുന്നതും സെയിം ആണെങ്കിലോ? ഗെയിമിൽ ചെയ്യുന്നതും സെയിം ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് പുള്ളി ചെയ്യുന്നു കാര്യങ്ങൾ, ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. ഗെയിമിന് വേണ്ടി, ഗെയിം ജയിക്കാൻ വേണ്ടി പുള്ളി എന്തും ചെയ്യുന്നു, ഇറ്റ്സ് ഫൈൻ. ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പുള്ളി നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡും നമ്മളോട് സംസാരിക്കുന്ന രീതിയും സെയിം ആണെങ്കിലോ? ശരിക്കും നോറയുടെ ഗെയിം എന്താണ്, ഗെയിം പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ നോറയുടെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ആർക്കും പിടികിട്ടിയിട്ടില്ല. എന്താണ് ശരിക്കും നോറക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടണം. അതിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഏതറ്റം വരെ പോകും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. പിന്നെ നോറ ഉണ്ടല്ലോ, അത്യാവശ്യം സ്ട്രോങ് ആണ്. അവൾ കരയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കിത് ശീലമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ വളർന്നു വന്ന സിറ്റുവേഷൻ, അവളുടെ കാര്യങ്ങൾ പ്രകാരം അവൾക്ക് ഇത്രയും ഒച്ചയും ബഹളം ശീലമില്ല. അവളോട് ആരും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ എതിർത്ത് സംസാരിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, മോശപ്പെട്ട രീതിയിൽ വാക്കുകൾ സംസാരിച്ചൊന്നും അവൾക്ക് കേട്ട് ശീലമില്ല. അപ്പം ഇവൾക്ക് കേട്ടും കണ്ടും ശീലമില്ലാത്ത കാര്യങ്ങളാണ് ഹൗസിൽ നടക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവളുടെ ഉള്ളിലേക്ക് നോറ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഉള്ളിലേക്ക് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവൾക്ക് ഇമോഷണലി അവൾ വീക്കാവും. ഇമോഷണലി വീക്കല്ല, ഇമോഷണൽ ആവും അവള്. അപ്പോൾ അവള് കണ്ണീന്ന് വെള്ളം വരാൻ. പക്ഷെ അവള് എത്ര കരഞ്ഞാലും അവൾക്ക് പറയാനുള്ളത് അവള് പറയും. അത് ആരുടെ മുഖത്ത് നോക്കിയാണേലും അവള്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് ഷോ ആണ്, ഈ ഷോയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയാലോ. എക്സ്പെക്ട് ചെയ്യണം. അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ നോറ ഇവിടെ വന്നത്. അപ്പം ഈ കരയുന്നതിൽ എന്താർത്ഥം ഉള്ളത്? കരയുന്നതിൽ എനിക്ക് നോറേനെ കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഇമോഷൻ ദേഷ്യമാണെങ്കിൽ നോറേൻ്റെ ഇമോഷൻ കരച്ചിലാണ്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും, ഇപ്പോൾ അപ്സര ആണെങ്കിൽ പിടിച്ചു നിൽക്കും. അപ്സര മാക്സിമം കഴിഞ്ഞാലും അപ്സര പൊട്ടാറുള്ളൂ, കരയാറുള്ളൂ. അതൊരു അപ്സര പിടിച്ചിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ രീതി വ്യത്യാസമാണ് ബ്രോ. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് പോലെ തന്നെയാണ് നോറയ്ക്ക് കരച്ചിൽ വരുന്നത്. കരയുന്നു, നോറ ഏത് നേരം കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ വീക്കാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ കുട്ടിയുടെ ഇമോഷൻ ആ കുട്ടി പുറത്തേക്ക് വിടുന്നത് കരച്ചിലൂടെയാണ്. കരഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ആശ്വാസം കിട്ടുന്നു, നിർത്തുന്നു, അവൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടടുത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു, അവൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, അവൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയണ പോലെ A to Z അവൾ ഓർമ്മയിലുണ്ടോ? ഇത്രയും ദിവസത്തെ ഗെയിം സ്വയം എങ്ങനെ വിലയിരുത്തുന്നത്? ഞാൻ അത്യാവശ്യം ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടാസ്കുകളൊക്കെ മനസ്സിലാക്കി കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, എനിക്ക് പനി വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചൊന്ന് ഗെയിം, അതായത് ഈ പറയുന്ന ആദ്യം നിന്ന പോലെ ഒച്ചമ്പകളൊന്നും എടുക്കാതെ ഞാൻ എൻ്റെതായ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും നോക്കിയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ പോയി. ആക്ച്വലി ഇപ്പം എല്ലാവരും പറയുന്നില്ലേ സ്വന്തമായിട്ട് ഗെയിം കളിക്കണം. ബ്രോ, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചേക്കുന്നത്. ഞാൻ ഒരാളെ കൂട്ടി പിടിച്ചിട്ട് എൻ്റെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി കളിക്കുക, അങ്ങനെയൊന്നും അല്ല. ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആൾക്കാരല്ല, മുക്കാൽ ആൾക്കാരായിട്ടും കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ നോറയ്ക്കാണ് പ്രശ്നമെങ്കിൽ പിറ്റേ ദിവസം ജാസ്മിനായിരിക്കും പ്രശ്നം, പിറ്റേ ദിവസം അർജുനായിരിക്കും, ശ്രീതുക്കായിരിക്കും, അപ്സരയ്ക്കായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും അവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സോൾവ് ചെയ്യാനും അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. പിന്നീട് എപ്പോഴായിരിക്കും ഗെയിം കയ്യിൽ നിന്ന് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്? എപ്പോഴായിരിക്കും? അല്ല, കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായി. റസ്മിൻ ഭായ്, ഇങ്ങനെ ഇന്ന് തന്നെ കാര്യമില്ല, തിരിച്ച് ട്രാക്കിലേക്ക് വാ എന്ന്
എനിക്കത് മനസ്സിലായതും ശ്വേത ചേച്ചിയും സാബു ചേട്ടൻ വന്നതിന് ശേഷം അവരായിരുന്നു എനിക്ക് ഏറ്റവും ആശ്വാസം. അവർ ഭയങ്കരമായിട്ട് എന്നെ സെറ്റാക്കിയായിരുന്നു. അവർ പോയതിന് ശേഷം പിന്നെ ഫാമിലി വീക്കായി. അപ്പോൾ ഫാമിലി വീക്കിലൊക്കെ ഞാൻ ഓണായിരുന്നു കേട്ടോ, എല്ലാ ഗെയിംസും ടാസ്കിലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തായിരുന്നു. അതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി എനിക്ക് എൻ്റെ ഗ്രാഫ് എനിക്ക് മനസ്സിലായിരുന്നു, ആദ്യം ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഹൈ ആക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു, ചൊവ്വാഴ്ചയോ എപ്പോഴാണ് ഞാൻ ഒന്ന് ഒരു ഫയർ ഇട്ട് തുടങ്ങി എന്ന് എനിക്ക് തോന്നിയപ്പോഴേക്കും എനിക്ക് തോന്നിയത് കാര്യമായിട്ട് പറയണേ, തോന്നിയപ്പോഴേക്കും ഔട്ടായി. രശ്മി ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അവിടെ ജിൻഡോ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുറത്തുള്ള കാര്യത്തിനെ പറ്റി ലെറ്റർ എഴുതി. ആ ഒരു ലെറ്ററിന്റെ ഫോം ലെറ്റർ എഴുതിയ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്. അങ്ങനെ ഒരു ലെറ്റർ നിലവിൽ ഉണ്ടായിട്ടുണ്ടോ? ലെറ്റർ അങ്ങനെ ഒരു ലെറ്റർ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബിഗ് ബോസിന്റെ ക്രൂ ഒക്കെ എന്താ പൊട്ടന്മാരാണോ? അതായത് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോയി കാറിൽ കയറ്റി, ശരിക്കും VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തുന്ന അവിടെ നിന്ന് വീൽ ചെയറിൽ ഇരുത്തുന്നു, ഒരാളായിട്ട് സംസാരിക്കാനോ ഒന്നിനും നമുക്ക് പറ്റുന്നില്ല. നേരെ കൊണ്ടുപോകുന്നു, നമ്മുടെ റൂമിൽ ഒരു റൂമുണ്ട്, ആ റൂമിലിരുത്തുന്നു, അവിടെ ഡോക്ടർമാർ വരുന്നു, ചെക്ക് ചെയ്യുന്നു, എല്ലാ ടെസ്റ്റും അവിടെ നിന്ന് ചെയ്യുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും, അവർ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഫോൺ വരുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളിക്കാരി പുറത്തിറങ്ങിയിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കണേ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസ്മിൻ പുറത്ത് പോയി വന്നതിന് ശേഷം എന്തോ ലെറ്റർ, ആക്ച്വലി ആ ലെറ്റർ പുള്ളി ഉദ്ദേശം എന്നറിയോ, അപ്സര എന്തോ ടിഷ്യൂ പേപ്പർ എന്തോ മേടിച്ചിട്ട് ജാൻമണി ഔട്ടായ സമയത്ത് ടിഷ്യൂ പേപ്പറിൽ മിസ് യു ജാൻമണി എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ജാൻമണിയുടെ സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ ടിഷ്യൂ പേപ്പറിൽ എന്തോ എഴുതിയിട്ട് വെച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ആണ് ജിൻഡോ ബ്രോ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പോൾ അപ്സര എന്തോ ടിഷ്യൂ പേപ്പറിൽ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കമന്റ്സ് വരുന്നത്. പക്ഷെ പറഞ്ഞത് എന്താ, ഞാൻ ലെറ്റർ എഴുതി വെച്ചു എന്ന്. ഞാൻ പറഞ്ഞില്ലേ, അർജുന്റെയും ശ്രീധുവിന്റെയും കോംബോ ഹിറ്റാണ്. ജാസ്മിൻ ഗബ്രി കോംബോ പൊളിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നത്. ഇതിപ്പോ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നോറയെ ഞാനും ജാസ്മിനൊക്കെ പ്ലാൻ ചെയ്ത് വന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ് ഈ ജിൻഡോ ഈ ഇട്ടത്. എന്ത് ശ്രീധുവിന്റെയും ഇവരെയും കോംബോ സൂപ്പർ ആണെന്ന് ഞാൻ പുറത്തറിഞ്ഞു ഉള്ള സാധനം, അതെല്ലാം പുള്ളി ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. അങ്ങനെ പറയുമ്പോ പക്ഷെ ആ ലെറ്റർ ഒരു സാധനം പുറത്തേക്ക് വന്നിട്ടുണ്ട്, അത് രശ്മി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ലെറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റോർ റൂം ഉണ്ട് നമുക്കവിടെ. അപ്പോൾ ക്യാപ്റ്റന് ഒരു ലെറ്റർ വരും, ക്യാപ്റ്റന്റെ ശ്രദ്ധയ്ക്ക് മെഡിസിൻ്റെ കാര്യത്തിന് ഒരു ലെറ്റർ. അതുപോലെ തന്നെ ഇപ്പോൾ ജാസ്മിൻ്റെ കുറേ ഡ്രസ്സ് കുറേ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ജാസ്മിൻ്റെ ശ്രദ്ധയ്ക്ക് ജാസ്മിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിനുള്ള ഡ്രസ്സ് ഈ ആഴ്ച വന്നിട്ടില്ല, അതാണ് ഈ ലെറ്റർ. അല്ലാതെ ഒരു ലെറ്ററും അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ എത്രയോ അന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് 70 സംതിങ്ങോളം ക്യാമറകളുള്ള സ്ഥലത്ത് ഞാനൊരു ലെറ്റർ എഴുതി അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്താ പൊട്ടനാ? അവിടെയുള്ള ക്രൂ മെമ്പേഴ്സ് എന്താ പൊട്ടന്മാരോ? ഇയാള് പല കഥകളും ഉണ്ടാക്കും, അതൊന്നും അവിടെ ഉള്ളൊരു വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ സെയിം ലെറ്ററിന്റെ കാര്യം നിങ്ങൾ ഹൗസിൽ ഉണ്ടായിരുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ. അതിനുശേഷം ജിൻഡോ ബ്രോ വരുമല്ലോ, ജിൻഡോ ബ്രോ വന്നിട്ട് ജിൻഡോ ബ്രോനോട് ചോദിച്ചോ. പക്ഷെ പുള്ളി എത്രമാത്രം സമ്മതിച്ചിരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം അതുപോലെ തന്നെ ഇപ്പം ശ്രീധുവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടു, പക്ഷെ ഒരു ദിവസം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സാധനം വന്നു, ഒരു ക്രഷ്. എന്തുകൊണ്ടായിരിക്കാം ശ്രീധുവിനോട് ഒരിക്കലും റസ്മിൻ ഐഡന്റിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളൊക്കെ ടോം ബോയ്ഷ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ശ്രീധുവിനോട് പോയിട്ട് അങ്ങനെ ഒരു ക്രഷ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അത് വേറെ രീതിയിൽ ചിന്തിച്ചു. ഈ ശ്രീധുവിനോട് ഈ ക്രഷ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ സാധനം ഓടിയിട്ടുണ്ട്, പടച്ചോനെ ആളുകൾ ഇതെങ്ങനെയാണ്. പക്ഷെ ബ്രോ എനിക്ക് ക്രഷ് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു അതെനിക്കിപ്പോൾ എനിക്ക് ഇതിനു മുന്നേ ക്രഷ് വന്നിട്ടുള്ള സായി പല്ലവിനോടാ, പിന്നെ എനിക്ക് ദുൽഖറിനോടാ, പിന്നെ എനിക്ക് അവിടെ ഞാൻ ഗബ്രീനോട് എനിക്ക് ഫസ്റ്റ് ടൈം ഗബ്രി വന്നപ്പോൾ എനിക്ക് ഗബ്രീനോടും ക്രഷ് വന്നിട്ടുണ്ട്. പക്ഷെ ഗബ്രി വാതുറന്ന് സംസാരിക്കാൻ അതങ്ങോട്ട് പോയി. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ക്രഷിൻ്റെ മീനിങ് നമുക്ക് പ്രേമോ അല്ലെങ്കിൽ ഏതു നേരം ഇഷ്ടമായിട്ട് ഒരുമിച്ചിരിക്കണം അതൊന്നല്ല, നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുന്നത്, നല്ല ഭംഗി തോന്നുന്നത്, ആ ഒരു രീതിയിലാണ് ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷെ പുറത്ത് ഇത് ഭയങ്കര എനിക്കതിന് ഒന്നും തോന്നാല്ല. എനിക്ക് ക്രഷ് തോന്നി, ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു. ആ കുട്ടിക്ക് അത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പോകരുത്, അപ്പോൾ അവളോട് ഞാനത് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം
ഒന്നും മീൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ക്രഷ് പോയി തോന്നുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞു കഴിയുമ്പോൾ ക്രഷ് പോയി. എനിക്കറിയില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്ക് പറയണം തോന്നി, ഞാൻ കുട്ടീനോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും മീൻസ് ശ്രീതു ഭയങ്കര ക്യൂട്ടാണ്, നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ പോയി പറഞ്ഞത്. പക്ഷെ പുറത്ത് അതിനെ വേറെ എനിക്ക് അമ്മാനെ മടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് പറഞ്ഞതിലാണ് എനിക്കൊന്നും അങ്ങനെ. അപ്പം എന്തായാലും ഐഡന്റിറ്റി ഇപ്പൊ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഐഡന്റിറ്റി എന്താണെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്, അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്നത് എങ്ങനെയാ? ഞാൻ എൻ്റെ ഐഡന്റിറ്റി എന്താണെങ്കിലും ഞാൻ അവിടെ എൻ്റെ ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു പ്രശ്നം ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ല. സോ എനിക്കതിൽ ഐ ഡോണ്ട് കെയർ, ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ളത്. അപ്പം എനിക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനത് ചോദിക്കട്ടെ, ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രണയിച്ച് ലിവിങ് ടുഗദർ ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും, അല്ലാതെ ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും സങ്കല്പത്തിൽ, എങ്ങനെയായിരിക്കും ആൾ? അതൊന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അങ്ങനെയല്ല, ഇനിയിപ്പോൾ ബിഗ് ബോസ് കണ്ട് ഇങ്ങനെ ഹിറ്റായി നിൽക്കുമ്പോൾ എല്ലാവർക്കും റെസ്മിന് ഇപ്പം ഏകദേശം അറിയാം. അപ്പം ഇനി ആരെങ്കിലും ഇനി അങ്ങോട്ട് ക്രഷുള്ള ആൾക്കാർക്കൊരു ഒരു ഒന്ന് വന്ന് പറയാനുള്ളൊരു ഇതാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ക്രഷ് വേറെ, ലവ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. അതിൻ്റെ ഡിഫറൻസ് എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കുറേ ഒരു 23-24 വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും നമുക്കൊരു എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതിന് മുന്നേ ഒക്കെ നമുക്ക് തോന്നുന്നതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷനോ അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെതായതാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ എൻ്റെ കൺസെപ്റ്റുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളെന്താണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, പറയാതെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മളെന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ഇപ്പം ബിഗ് ബോസ് ഷോയ്ക്കുള്ളിലാണെങ്കിലും ശ്രീതു അർജുൻ കോംബോ ഇപ്പം പുറത്ത് ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലെങ്കിൽ വേറെ എന്തോ വാട്ടെവർ നമുക്കറിയുന്നില്ല ഇപ്പോഴും. നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം അതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതെ, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്. അവർ ഭയങ്കര ഇഷ്ടമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആണത്. പക്ഷെ അതിൽ വേറൊരു രീതിയിലേക്ക് അവർ പോകുന്നില്ല, അവർ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു ഹിൻ്റാണ് നിങ്ങൾക്ക്. ആളുടെ അമ്മ വന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു ചെറിയൊരു സാധനം കൊടുക്കുന്നുണ്ട്, അതായത് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന്. അപ്പം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം എല്ലാം പുറത്ത് വന്നതിന് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നിങ്ങൾ പറയുന്ന പോലെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരതിൻ്റെ അകത്ത് എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ശ്രീതുവിൻ്റെ അർജുൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അവർ പ്യുവർലി ഫ്രണ്ട്ഷിപ്പാണ്. അമ്മയ്ക്ക് ഉണ്ടാവുന്ന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺ ഉണ്ടാവും, അമ്മമാർക്ക് കൺസേൺ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞാൽ ശ്രീജുൻ ലവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അമ്മ പുറത്തുനിന്ന് ഇത് കണ്ടിട്ട് അകത്ത് കയറി വരുന്ന ഒരാളാണ്. അപ്പം മകളോട് നീ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് ഇങ്ങനെ ആയിരിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഹിൻ്റായിരിക്കും അമ്മ കൊടുക്കുന്നത്. അല്ലാതെ അമ്മ അവിടെ വന്നിട്ട് നീ അവനെ പ്രേമിക്കരുത് അല്ലെങ്കിൽ അവൻ നിന്നെ പ്രേമിക്കരുത് എന്നുള്ള ഹിൻ്റൊന്നും അല്ല. എനിക്ക് മനസ്സിലായിടത്തോളം പുറത്ത് അർജുനും ശ്രീധനും കുറിച്ച് അവർ നല്ല കോംബോയാണ്, അവർ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. ആ രീതിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നിന്നൊരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് അവർ പ്യുവർലി ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം അവിടെയുള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരായിരിക്കും തോന്നുന്നത്? ജാസ്മിൻ അല്ലാതെ എനിക്ക് കപ്പടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഡിസേർവിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ജാസ്മിൻ, ജിൻഡോ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ബ്രോന്റെ ഗെയിം ഈ രീതിയിലാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഗെയിം. അപ്പോൾ പുള്ളി കളിക്കുന്ന ഈ രീതിയിലുള്ള ഗെയിം പുള്ളി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജാസ്മിൻ, ജിൻഡോ, പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുനാണ്. അർജുൻ അത്രയും എന്താ പറയുക ജെന്യൂനായിട്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ കുറിച്ച് ആർക്കും നെഗറ്റീവ് ഒന്നും പറയാനില്ല. കാരണം അവനുള്ളത് എന്താണോ അവൻ അതേപോലെ തുറന്നടിച്ച് പറയുന്ന ഒരു ക്യാരക്ടർ. ഇവനിപ്പോൾ ജാൻമണി ഇപ്പോൾ കുറേ എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ട് പുറത്ത്. അഭിഷേകുമായിട്ടുള്ളൊരു ഇഷ്യൂ, അഭിഷേക് കെയുമായിട്ട് ഒരു പ്രശ്നമായിട്ട് ജാൻമണി സംസാരിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ജാൻമണീനെ അർജുൻ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ ബ്രോ. ജാൻമണി പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും ശരിയായ കാര്യങ്ങളൊന്നും അല്ല. ജാൻമണി അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കൂടുതൽ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്.
ജാനുവിന് ഉണ്ടായിട്ടുള്ളത്. ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതാണ് ജാനുവിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ജാൻമണി ഇങ്ങനെ നോറയ്ക്കെതിരെയും ഇപ്പം ആർക്കൊക്കെ എതിരെയോ സംസാരിക്കുന്ന എതിരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരാളും ജാൻമണീനെ സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ അർജുനും സപ്പോർട്ട് ചെയ്തില്ല. അർജുൻ ജാൻമണീനെ ചോദ്യം ചെയ്ത് എന്തിനാണ് ജാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ജാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ജാൻ വിചാരിക്കുന്ന കുറച്ച് ആളുകൾ ജാൻ എന്ത് ചെയ്താലും ജാൻ എത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാലും ജാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ജാനിനുണ്ട്. അപ്പോൾ ജാൻ അർജുനിൽ നിന്ന് അത് പ്രതീക്ഷിച്ചു. ജാൻ എന്ത് ചെയ്താലും ജാൻ എത്ര തെറ്റ് ചെയ്താലും അർജുൻ ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുന്നു. അർജുൻ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അർജുൻ തെറ്റാണെങ്കിൽ അവൻ തെറ്റാണെന്ന് പറയും. ഇവൻ എൻ്റെ അടുത്താണെങ്കിലും റസ്മിന് നീ പറഞ്ഞത് ശരിയായില്ല എന്നാൽ ശരിയായില്ല. അതാണ് അങ്ങനെയാണ് അർജുൻ. അപ്പം അത്രയും ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അപ്പോൾ അർജുൻ ജയിക്കണം എന്നുള്ളതുകൊണ്ട് ജാസ്മിനാണ്. കാരണം ഇത്രയും അധികം എന്താ പറയുക, ആ ഹൗസിൽ കോർണർ ചെയ്യപ്പെട്ട, ടാർഗറ്റ് ചെയ്യപ്പെട്ട, ഇത്ര മെൻ്റലി ഭയങ്കരമായിട്ട് അവളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അത്രയും ഡീപ്പായിട്ട് ഡൗൺ ആയിട്ടുള്ള ജാസ്മിൻ കയറി വരുമ്പോണ്ടല്ലോ ഞാൻ ശരിക്കും പ്രൗഡാണ് ജാസ്മിൻ ഇപ്പോഴത്തെ ഗെയിം വെച്ചിട്ട്. അപ്പോൾ ജാസ്മിനാണ് ഏറ്റവും ഡിസേർവിങ് കപ്പടിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി. പക്ഷെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, റെസിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പൊ ജാസ്മിനെ പറ്റി ഇത്രയേറെ സംസാരിക്കുന്നല്ലോ, പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഇൻസ്റ്റയിലൊക്കെ നോറയ്ക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് ഇന്നലെ. പക്ഷെ എന്തുകൊണ്ടാണ് നോറയെ മാത്രം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ജാസ്മിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടില്ല. സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടില്ല. ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഇടുന്നുണ്ട്. ഇപ്പോൾ അർജുൻ്റെ ആണെങ്കിലും ഇടുന്നുണ്ട്, നോറയും ജാസ്മിനും ഉള്ളത് ഇടുന്നുണ്ട്. ഞാൻ നോറയ്ക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇപ്പോൾ വോട്ടിങ്ങിന് ഇത് അനുസരിച്ച് ജാസ്മിൻ രണ്ടാമതാണ്, അഭിഷേക് ഫസ്റ്റ്, ജാസ്മിൻ രണ്ടാമത്, നോറ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിലും അവൾ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ട് നന്നായിട്ട്. അവൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ടാസ്കിൽ അവൾ കുറച്ച് പിന്നോട്ടാണെങ്കിലും അവൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോറ ഒരു ടോപ്പ് 5 വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നോറയ്ക്ക് നോക്കുമ്പോൾ നോറ ഇപ്പോൾ 6ാം സ്ഥാനോ 7ാം സ്ഥാനമാണ് വോട്ടിങ്ങിൽ. അപ്പോൾ എനിക്ക് പേടി നോറ ഇങ്ങനെ ഔട്ടാവും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ചവരുണ്ടെങ്കിൽ നോറേനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. കാരണം ജാസ്മിൻ ഓൾറെഡി ടോപ്പ് 5 കയറും. ജാസ്മിൻ ഓൾറെഡി വോട്ട് ഉണ്ട്, അവൾ സേഫാ. നോറ സേഫ് അല്ല. അപ്പോൾ പിന്നെ ഞാൻ നോറയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നോറേനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ നോറയ്ക്കാണ് ഇപ്പോൾ ഈ ആഴ്ച ഞാൻ വോട്ട് ചെയ്തത്. നോറേനെ സപ്പോർട്ട് ചെയ്ത്. ശ്രീതും 3rd പൊസിഷനിലുണ്ട്. അർജുൻ സേഫ് ആണ്. അപ്പൊ പിന്നെ നോറ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നു. അപ്പൊ എനിക്ക് നോറ ടോപ്പ് 5 വരണം എന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, അകത്ത് ഫ്രണ്ട്സ് ആയിരുന്ന ഗബ്രി രശ്മിനൊക്കെ ആണല്ലോ, പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തമ്മിൽ ശത്രുതയാണ് എന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ഗബ്രിയെ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടുള്ളൂ. ഞാൻ ഗബ്രിയും കണ്ടു. ഇപ്പൊ നാളെ ഗബ്രിന്റെ ചേച്ചിയുടെ മകന്റെ ഫംഗ്ഷനാ, അതിന് പോവാൻ വേണ്ടി നിൽക്കാം. ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പക്ക ഗെയിമറാണ്. ഗബ്രി അവിടെ കാണിച്ചതൊക്കെ ഗെയിം ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ കണ്ട സമയത്തും അവൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും അവനും അവൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാനും അവന് തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ട സമയത്ത് അവൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അവന് ഗെയിം എന്താണോ ആ റിയാലിറ്റി ഷോ കഴിഞ്ഞാൽ അവൻ ആ ഗെയിം അവിടെ ഇട്ടിട്ടാണ് ഇറങ്ങി വന്നത്. അതും അവൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ആൾക്കാരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഗൈസ്, ഇറ്റ്സ് എ ഗെയിം. ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് മറ്റേ പാട്ട് പാടുന്ന ഗെയിം റിയാലിറ്റി ഷോ പോലെ, ഡാൻസിൻ്റെ റിയാലിറ്റി ഷോ പോലെ ഇതൊരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോൾ പുറത്ത് അതിനെ ഇത്രയും എതിരെ ഇപ്പോൾ ഇവർ സൈബർ ബുള്ളിങ് ഒക്കെ അറ്റാക്കൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മളെന്തോ കൊലപാതകമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയോ ഉപദ്രവിച്ചോ എന്തോ ക്രിമിനലിനെ പോലെയാണ് നമ്മളെയൊക്കെ അവർ പുറത്തുള്ള ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെയാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ ഉള്ളൂ. ഒരാൾ നേരിട്ട് വന്നിട്ട് നമ്മളെടുത്ത് എന്നാലും ഈ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊന്നും ഒരാളും പറഞ്ഞില്ല. നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് നിൽക്കേണ്ട, അവിടെ എല്ലാവർക്കും സുഖമാണോ. പുറത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ ഇതും ചോദിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പൂരത്തെറിയും ആട്ടും തുപ്പും ഇതൊക്കെ. ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ. അതായിട്ട് കണ്ടാൽ പോരെ. അതിന്റെ അകത്തുള്ളവർ അതിനെ ഗെയിമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ പുറത്തുള്ളവർക്ക് എന്താ പ്രശ്നം? അവരും അതിനെ ഗെയിമായിട്ട് കാണൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതുവരെയും അവിടെ നിർത്തിയ പ്രേക്ഷകരോട് എന്താ പറയാനായിട്ടുള്ളത്? അതെ, പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഒരു കോമണർ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ കയറിയത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല, ബാക്കിയുള്ളവരെ പോലെ സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പോൾ എൻ്റെ ഒരു ഗെയിം കണ്ട് എന്നെ അത്രയും നാൾ അവിടെ നിർത്തിയ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു, എന്താ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് എത്രമാത്രം വാല്യൂ കൊടുത്തു എന്നുള്ളത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് ആ രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അർജുൻ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ്, റസ്മിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ
ഞാൻ അവിടെ നിന്നതിൽ എനിക്കൊരർത്ഥം ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ കാരണം എനിക്ക് ഇത്ര മതി, 1-2 പേര് ഞാൻ കാരണം ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ അത് മതി. അപ്പോൾ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയാലും ചെറിയ കുട്ടികൾ വെറുതെ റസ്മിൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും എൻ്റെ എല്ലാ സ്വഭാവവും എൻ്റെ എല്ലാ രീതിയും എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ്. ഇനിയും പുറത്ത് വരുന്ന എല്ലാവരെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഒരു ഗെയിമാണ്, ഒരു റിയാലിറ്റി ഷോ മാത്രമാണ്. അതിന് അങ്ങനെ മാത്രം എടുക്കുക, അല്ലാതെ നമ്മളാരും ക്രിമിനൽസോ ആരെങ്കിലും കൊന്നു വന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ആ ഒരു ഗെയിമായിട്ട് കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം ബാക്കിയുള്ളവർക്ക് വന്ന സൈബർ അറ്റാക്കൊക്കെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. അപ്പോൾ അതുതന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. വീണ്ടും കാണാം. അതെ, തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇനി ഫ്യൂച്ചറിലുള്ള എല്ലാം സക്സസ് ആകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.